ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. സോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ഇവിടെ ആവശ്യമില്ല. എന്തൊക്കെയാണ് അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൺസിഡറേഷൻസ് എന്നുള്ളൊരു ക്വിക്ക് അനാലിസിസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സിലാണ് നമ്മൾ ജനറലി പ്രിഫർ ചെയ്യുന്നത്. അതായത് ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾസ്, അത്തരത്തിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ എമൗണ്ട് ആണ്. ഏകദേശം 3000 to 6000 ലിറ്റർ പെർ ഹവർ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള വെള്ളമാണ് ഈ ഒരു ഫിൽട്രേഷൻ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ നമ്മൾ പ്ലെയിൻ സെഡിമെൻറ്റേഷന് ശേഷം വരുന്ന വെള്ളമാണ് കളക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നും വരുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അഥവാ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിന് ശേഷം നമ്മൾ ആ വെള്ളത്തിന് ഫർദർ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയുള്ളൊരു വലിയൊരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ബാക്ടീരിയ റിമൂവൽ അല്ലെങ്കിൽ ടർബിഡിറ്റി റിമൂവലിൻ്റെ ഒരു റേഞ്ച് ലെസ്സർ ആയിട്ടാണ് അല്ലെങ്കിൽ ലെസ്സർ എഫിഷ്യൻ്റ് ആണ് ബാക്ടീരിയ റിമൂവലിനും അതുപോലെ തന്നെ ടർബിഡിറ്റി റിമൂവലിനും എന്നാണ് പറയുന്നത്. ഏകദേശം 80 to 90% ബാക്ടീരിയൽ റിമൂവലും അതുപോലെ തന്നെ 35 to 40 മില്ലിഗ്രാം പെർ ലിറ്റർ ടർബിഡിറ്റി റിമൂവലുമാണ് നമ്മുടെ ഈ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൽ നടക്കുന്നത്. സോ ഫർദർ ബാക്ടീരിയാസിൻ്റെ റിമൂവൽ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സിലാണ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എൻക്ലോഷർ ടാങ്ക് ഉണ്ട്. ഒരു ഓപ്പൺ റെക്റ്റാങ്കുലർ ടാങ്കാണ് എൻക്ലോഷർ ടാങ്ക് എന്നുള്ളത് നമുക്കറിയാം. മാസണറി അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചിട്ടാണ് എൻക്ലോഷർ ടാങ്ക്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2.5 to 3.5 മീറ്റേഴ്സാണ് ഇതിൻ്റെ ഡെപ്ത്ത്. അതുപോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 80 മീറ്റർ സ്ക്വയേഴ്സാണ് ഏകദേശം ഒരു യൂണിറ്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫിൽറ്റർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് ലെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിൽറ്റർ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം 60 to 90 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള സാൻഡ് പാർട്ടിക്കിൾസ് ആണ് ഫിൽറ്റർ മീഡിയ. അതിൻ്റെ ഇഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.35 to 0.55 mm യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1 to 1.7 അതിൻ്റെ ഒരു വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു ഫിൽറ്റർ മീഡിയാസിൽ ആസ് യൂഷ്വൽ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ കോഴ്സർ ആയിട്ടുള്ള സാൻഡ് മെറ്റീരിയൽസ് നമ്മൾ ബോട്ടത്തിലും ഫൈനർ സൈസിന് അതിൻ്റെ ടോപ്പിലായിട്ടുള്ള ആ ഒരു ഫിൽറ്ററിങ് അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫിൽറ്റർ മീഡിയൻ്റെ താഴെയായിട്ട് നമ്മൾ ബേസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ബേസ് മെറ്റീരിയലായിട്ട് നമ്മൾ ജനറലി പ്രിഫർ ചെയ്യുന്നത് ഗ്രാവൽസിനെയാണ്. സോ അതിന് നമ്മൾ സപ്പോർട്ടിങ് മീഡിയ എന്നും പറയും. ഏകദേശം 60 to 90 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് നമ്മൾ ഈ ഒരു ഗ്രാവൽ യൂണിറ്റിനെ അറേഞ്ച് ചെയ്യുന്നത്. അതുതന്നെ ഒരു 5 to 6 ലെയേഴ്സ്, ഏകദേശം 10 to 15 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള 5 to 6 ലെയേഴ്സ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ടിങ് മീഡിയ സെറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും കോഴ്സസ്റ്റ് ആയിട്ടുള്ളത് ബോട്ടത്തിലും ഇൻ്റർമീഡിയറ്റ് സൈസ് ഉള്ളത് മിഡിലും ഫൈൻ സൈസ്ഡ് ആയിട്ടുള്ള ഗ്രാവൽസിന് ടോപ്പിലുമായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. കോഴ്സസ്റ്റ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 to 60 mm, ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 to 6 mm, ഫൈനസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 to 6 mm സൈസും ഉള്ളതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതിന് നമ്മൾ ആ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സൈസിന് ഡിഫറൻസിനനുസരിച്ച് നമ്മൾ ആ ലെയേഴ്സിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. വലിയ പാർട്ടിക്കിൾസിനെ ബോട്ടം, അതിന് ചെറിയ സൈസ് വരുന്നത് അതിന് മുകളിൽ ആ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ബേസ് മെറ്റീരിയലിൻ്റെ കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്നത് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റമാണ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് വെള്ളം താഴത്തേക്ക് കളക്ട് ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്.
ഇതിലൂടെ തന്നെയാണ് നമ്മൾ ബാക്ക് വാഷിംഗ്, ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ബാക്ക് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും നടത്തുന്നത് ഈ ഒരു അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ മാനിഫോൾഡ്സ് അല്ലെങ്കിൽ ലാറ്ററൽ ഡ്രെയിൻസ് അത്തരത്തിലുള്ള കോമ്പണൻസ് ആണ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡ്രെയിൻസ്, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ലാറ്ററൽ ഡ്രെയിൻസിൽ നിന്നും വെള്ളം ഒരു മെയിൻ ഡ്രെയിൻസിലേക്ക് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ആ മെയിൻ ഡ്രെയിനെയാണ് നമ്മൾ മാനിഫോൾഡ് അഥവാ മെയിൻ ഡ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് 40 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. ലാറ്ററൽ ഡ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. ലാറ്ററലി സ്പേസ്ഡാണ്, ഏകദേശം 10 to 30 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ് നമ്മുടെ ലാറ്ററൽ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ കേസിൽ 2 തരത്തിലുള്ള ലാറ്ററൽ ഡ്രെയിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് പെർഫോറേറ്റഡ് പൈപ്പ് സിസ്റ്റവും പൈപ്പ് ആൻഡ് സ്ട്രെയിനർ സിസ്റ്റവും. പെർഫോറേറ്റഡ് പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ ഡ്രെയിൻസിൽ ഒരുപാട് ഹോൾസ്, അതിൻ്റെ ബോട്ടം സെക്ഷനിൽ ഒരുപാട് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു പൈപ്പ് സിസ്റ്റത്തിനെയാണ് നമ്മൾ പെർഫോറേറ്റഡ് പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, 6 to 13 mm ആണ് ഇതിൻ്റെ ഒരു ഹോൾസിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഏകദേശം 30 ഡിഗ്രി വേർട്ടിക്കലിന് അനുപാതികമായിട്ടാണ് നമ്മൾ ഈ ഒരു പെർഫറേഷൻസ് ഈ ഒരു പൈപ്പിൽ കൊടുത്തിട്ടുള്ളത്. സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 to 20 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ദെൻ പൈപ്പ് ആൻഡ് സ്ട്രെയിനർ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ലാറ്ററൽ ഡ്രെയിൻ വിത്ത് സ്ട്രെയിനർ പൈപ്പ് ഹാവിങ് പെർഫോറേറ്റഡ് ക്യാപ്പ്. ലാറ്ററൽ ഡ്രെയിൻസിൽ ഒരു അഡീഷണൽ സ്ട്രെയിനർ പൈപ്പ് കൂടെ കൊടുത്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സിനാണ് പൈപ്പ് ആൻഡ് സ്ട്രെയിനർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രെയിനർ പൈപ്പ്സ് ഏകദേശം 15 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ആയിട്ടാണ് നമ്മൾ ലാറ്ററൽ പൈപ്പ്സിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ അതാണ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ്. അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന അപ്പർട്ടനൻസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വാഷ് വാട്ടർ ടഫ്. വാഷ് വാട്ടർ ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷം കളക്ട് ചെയ്യുന്ന ഡേർട്ടി വാഷ് വാട്ടറിനെ അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടർഫിനാണ് നമ്മൾ വാഷ് വാട്ടർ ടഫ് എന്ന് പറയുന്നത്. ടു കളക്ട് ഡേർട്ടി വാഷ് വാട്ടർ കംസ് ഔട്ട് ഓഫ് ഫിൽട്ടർ ആഫ്റ്റർ ക്ലീനിങ് ഇറ്റ്. ക്ലീനിങ് പ്രോസസ്സിന് ശേഷം വരുന്ന ഡേർട്ടി വാട്ടറിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ്സിനാണ് നമ്മളിത് പറയുന്നത്. അത് സ്ക്വയർ അല്ലെങ്കിൽ വി ഷേപ്പ്ഡ് അഥവാ സെമി സർക്കുലർ ഷേപ്പിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. യൂഷ്വലി കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ ഓർ ഫൈബർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുന്നത്. സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 to 2 മീറ്റർ അപ്പാർട്ടായിട്ടാണ് കൊടുക്കുന്നത്. വാഷ് വാട്ടർ ട്രഫിലുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q is equal to 1.376 by(3/2) എന്നുള്ളതാണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്തും Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഡെപ്തുമാണ്. 2 മീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നൊരു അഡീഷണൽ യൂണിറ്റാണ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. നമ്മുടെ ഫിൽറ്ററിൽ അജിറ്റേഷൻ പ്രോസസ്സ്, ബാക്ക് വാഷിങ്ങിൻ്റെ സമയത്ത് അജിറ്റേഷൻ പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റാണ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കംപ്രസ്ഡ് എയറിന് നല്ല ഹൈ റേറ്റിൽ നമ്മുടെ ഈ ഒരു യൂണിറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, റേറ്റ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി വെഞ്ചുറി റേറ്റ് കൺട്രോളേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഒരു യൂണിഫോം റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ റേറ്റ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും എലമെൻസിനാണ് നമ്മുടെ ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൽ പറയാനുള്ളത്. എൻക്ലോഷർ ടാങ്ക് തൊട്ട് റേറ്റ് കൺട്രോളർ വരെയുള്ള എല്ലാം നമ്മുടെ ഈ ഒരു സെഷനിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഓഫ് ഓൾ വർക്കിംഗ് ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ വർക്കിംഗ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ഇൻലെറ്റ് ചേമ്പേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്. അവിടെ നിന്നും ഈ വെള്ളം നമ്മുടെ സാൻഡ് ഗ്രാവൽ പാർട്ടിക്കിളിൻ്റെ ലെയർ യൂണിറ്റിലൂടെ പോകുന്നതിൻ്റെ ഫലമായിട്ട് ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കും. അങ്ങനെ നമുക്ക് ഫിൽറ്റേർഡ് വെള്ളം അതിൻ്റെ ഏറ്റവും എൻഡിൽ നമുക്ക് ഡ്രെയിൻസിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സെഡിമെൻറ്റേഷൻ കൊയാഗുലേഷൻ ടാങ്കിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യും. അത് നമ്മുടെ സാൻഡ് ലെയറിലൂടെ ഫിൽട്ടർ ചെയ്ത് പെർക്കുലേറ്റ് ചെയ്ത് താഴത്തേക്ക് പോകും. അതിനുശേഷം ഗ്രാവൽ ലെയറിലൂടെ അത് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് ഫിൽട്ടർ ചെയ്തെത്തും. അവിടെ നിന്ന് നമ്മൾ മെയിൻ ഡ്രെയിനേജിലൂടെ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് വെള്ളത്തിനെ ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഈസ് വർക്കിംഗ് ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സ്. ഓക്കെ, ദെൻ ക്ലീനിങ് ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ്. റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സിൽ എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മെക്കാനിസംസ് എന്ന് പറയുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ്. സോ 2 മെത്തേഡ്സ് അല്ലെങ്കിൽ 2 പ്രോസസ്സുകളാണ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി നടക്കുന്നത്. ബാക്ക് വാഷിംഗ് ആൻഡ് സർഫസ് വാഷിംഗ്. ബാക്ക് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഫിൽട്രേഷൻ ശേഷം ബോട്ടത്തിൽ നിന്ന് മുകളിലേക്ക് കംപ്രസ്ഡ് എയറിൻ്റെ സഹായത്തോടെ വെള്ളം
തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ഫിൽട്ടർ യൂണിറ്റിനെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നത്. വാഷ് വാട്ടർ ആൻഡ് കംപ്രസ്ഡ് എയർ ഈസ് സെൻറ്റ് ബാക്ക് അപ്വേർഡ് ത്രൂ ദി ഫിൽട്ടർ ബെഡ്. ഫിൽട്ടർ ബെഡിലൂടെ നമ്മൾ കംപ്രസ്ഡ് എയറും വെള്ളവും തിരിച്ച് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നത്. ദിസ് വിൽ അജിറ്റേറ്റ് ദി സാൻഡ് പാർട്ടിക്കിൾസ് ആൻഡ് റിമൂവ് ഇമ്പ്യൂരിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അജിറ്റേഷൻ യൂണിറ്റൊക്കെ ഉണ്ട്. സോ അത് തന്നെ നമ്മുടെ സാൻഡ് പാർട്ടിക്കിൾസിന് അജിറ്റേഷൻ പ്രോസസ്സ് നടത്തി അതിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഓക്കെ, ഇത്തരത്തിൽ വരുന്ന ഡേർട്ടി വാട്ടറിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാഷ് വാട്ടർ ട്രഫ്സ് ഉപയോഗിക്കുന്നത്. ദെൻ ആഫ്റ്റർ ക്ലീനിങ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഫിൽട്ടർ മീഡിയ വർക്കിന് വേണ്ടി ഉപയോഗിക്കില്ല. അത് ആക്ച്വലി വർക്കിന് സെറ്റാണ്, പക്ഷേ നമ്മളൊരു കുറച്ച് ടൈം ഗ്യാപ്പ് കൊടുക്കും. നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആ ഡേർട്ടി സ്കിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫർദർ ടൈം ഡിലേ നമ്മളവിടെ എൻഷുർ ചെയ്യും. ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആണ് ഈ ഒരു ബാക്ക് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ബാക്ക് വാഷിങ്ങിൽ നമുക്ക് 2 to 5% ഓഫ് ഫിൽറ്റേർഡ് വാട്ടർ, അത്രയും എമൗണ്ട് ഓഫ് വാട്ടറാണ് നമുക്ക് ബാക്ക് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി വരുന്നത്. ഏകദേശം 24 to 48 hours, അതായത് 1-2 ദിവസം ആ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു ബാക്ക് വാഷിംഗ് പ്രോസസ്സ് നടത്തി ഫിൽട്ടർ യൂണിറ്റ്സിനെ ക്ലീൻ ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു ഡിസൈൻ കൺസിഡറേഷൻ വെച്ചിട്ട് പറയാനുള്ളത്. റേറ്റ് ഓഫ് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 to 90 cm/min, അതുപോലെ തന്നെ പ്രഷർ ഓഫ് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 kN/m² ആയിട്ടുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ദെൻ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് വാഷാണ്. സർഫസ് വാഷ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ പറഞ്ഞ ബാക്ക് വാഷിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ബാക്ക് വാഷിംഗ് എന്ന് പറയുമ്പോൾ ടോപ്പിലേക്കായിരുന്നു നമ്മുടെ ഡയറക്ഷൻ, ബോട്ടം ടു ടോപ്പാണ് നമ്മൾ വെള്ളം ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടെ നേരെ തിരിച്ച് ആസ് യൂഷ്വൽ ഫിൽറ്ററിങ് പ്രോസസ്സ് നടക്കുന്ന പോലെ തന്നെ അപ്പ് ടു ഡൗൺ എന്നുള്ള ഡയറക്ഷനിൽ തന്നെ നമ്മൾ നോസിൽ വഴി വെള്ളം അപ്ലൈ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് വെച്ചിട്ട് അതിൽ നമ്മുടെ വോയിഡ്സിൽ അല്ലെങ്കിൽ ഫിൽട്ടർ മീഡിയയിൽ സ്കോർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് സർഫസ് വാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സിൻ്റെ ഇനീഷ്യൽ ആയിട്ട് പറയാനുള്ളത്. എന്താണ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ, അതിൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് മെക്കാനിസംസ് എന്തൊക്കെയാണ്, അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേഷണൽ ട്രബിൾസ് ഇൻ റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. 3 ഓപ്പറേഷണൽ ട്രബിൾസാണ് അവിടെ യൂഷ്വലി ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. എയർ ബൈൻഡിങ്, ഫോർമേഷൻ ഓഫ് മഡ് ബാൾ, ക്രാക്കിംഗ് ഓഫ് ഫിൽട്ടേഴ്സ്. ഓക്കെ, സോ നമുക്ക് എയർ ബൈൻഡിങ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫിൽട്ടേഴ്സിൽ ക്ലോഗിങ് സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹെഡ് ലോസിനുള്ള ചാൻസസ് ഉണ്ട്. സോ അത്തരത്തിലൊരു ഹെഡ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ഡെവലപ്പ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഫിൽട്ടർ മീഡിയാസിൽ പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് സെറ്റിൽ ഡൗൺ ചെയ്ത് അത് ഇംപ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ക്ലോഗിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ക്ലോഗിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോഗിങ് സംഭവിക്കുമ്പോൾ ഹെഡ് ലോസ് ഉണ്ടാവും. അതൊരു നെഗറ്റീവ് പ്രഷേഴ്സ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ടാക്കും. അതിൻ്റെ റിസൾട്ടുണ്ടായിട്ട് നമ്മുടെ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് എയർ റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നൊരു പ്രോസസ്സ് നടക്കും. അങ്ങനെ എയർ ബബിൾസ് ഫോം ചെയ്യും. സോ ആ ഒരു പ്രോസസ്സിനാണ് എയർ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രഷർ വേരിയേഷൻ വരുന്നതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് എയർ റിലീസാവും. അങ്ങനെ ഒരു എയർ ബബിൾ ഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇത്തരത്തിൽ എയർ ബബിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽട്ടർ യൂണിറ്റിലുള്ള സാൻഡിൻ്റെ എഫിഷ്യൻസിനെ അഥവാ ഫിൽട്രേഷൻ പ്രോസസ്സിൻ്റെ ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് അത് വളരെയധികം ബാഡ്ലി അഫക്റ്റ് ചെയ്യും. സോ അതാണ് എയർ ബൈൻഡിങ് എന്ന് പറയുന്ന ഓപ്പറേഷണൽ ട്രബിൾ. അതിൻ്റെ ഒരു റിസൾട്ടുണ്ടായിട്ട് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വളരെയധികം ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ റെമഡിയലായിട്ട് നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ഹെഡ് ലോസസ് ഉണ്ടാകാൻ ചാൻസുള്ള സിറ്റുവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ആൽഗെ പോലുള്ള ഗ്രോത്ത് മാക്സിമം കൺട്രോൾ ചെയ്യുക. അത്തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ക്ലോഗിങ്ങിനുള്ള ടെൻഡൻസി കൂടുന്നത്. സോ അതിനുള്ള ചാൻസസ് മാക്സിമം കൺട്രോൾ ചെയ്ത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വെള്ളത്തിന് എപ്പോഴും സൂപ്പർ സാച്ചുറേറ്റ് ആയിട്ട് നിലനിർത്തുക വിത്ത് എയർ. സൂപ്പർ സാച്ചുറേറ്റ് വാട്ടർ വിത്ത് എയർ. വെള്ളത്തിന് എയറുമായിട്ട് എപ്പോഴും സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം വാം ആകുന്ന ഒരു കണ്ടീഷൻ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. അത്രയും കാര്യങ്ങളാണ് എയർ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്ന റെമഡിയൽ മെഷേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് മഡ് ബാൾ എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള മഡ് നമ്മുടെ സാൻഡ് സർഫേസിൽ അക്കുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്
മഡ് ബാൾ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള വാഷിംഗ് ആണ്. സോ ഒരു പ്രോപ്പർ വാഷിംഗ് നടക്കാത്തതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് സാൻഡ് പാർട്ടിക്കിൾസിൽ മഡ് ബൈൻഡ് ചെയ്യപ്പെടുന്നത്. ഈ മഡ് നമ്മുടെ സാൻഡ് പാർട്ടിക്കിളിൽ ബൈൻഡ് ചെയ്ത് അത് നമ്മുടെ ആ ഒരു ഫിൽട്ടർ മീഡിയയിൽ സിങ്ക് ആവുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ഫിൽട്ടർ ബെഡ് അതിൻ്റെ ആ ഒരു നോർമൽ ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും മാറ്റം സംഭവിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിൽട്രേഷൻ്റെ എഫിഷ്യൻസി വളരെയധികം കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ മഡ് നമ്മുടെ സാൻഡ് ഗ്രെയിൻസിൽ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഈ ഒരു മഡ് ബാൾസ് ഫോം ചെയ്യുന്നത്. സോ അതിൻ്റെ ഇൻക്രീസിങ് സൈസ് നമ്മുടെ സാൻഡിൽ ഇത്തരത്തിൽ മഡ് ജോയിൻ ചെയ്ത് വലിയ ബിഗർ പാർട്ടിക്കിൾസായി മാറുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഫിൽട്രേഷൻ പ്രോസസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് വാഷിങ്ങിനെയും വളരെയധികം അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. സോ ഇതിനുള്ളൊരു റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് പറയുന്നത് മഡ് ബാൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും മെക്കാനിക്കൽ മെത്തേഡ്സ് വെച്ച് അതിന് ബ്രേക്ക് ചെയ്യാം, അതല്ലെങ്കിൽ വാട്ടർ നോസിൽസ് വെച്ച് അതിന് ബ്രേക്ക് ചെയ്യാം. കംപ്രസ്ഡ് എയർസിനെ നമ്മുടെ ഈ ഒരു മഡ് ബാളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കോസ്റ്റിക് സോഡാസ് ഉപയോഗിക്കുക. ഫിൽട്ടർ ബെഡ് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു മഡ് ബാളിൻ്റെ റിമൂവൽ അല്ലെങ്കിൽ റെമഡിയൽ മെഷറായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ ക്രാക്കിംഗ് ഓഫ് ഫിൽട്ടേഴ്സ് ആണ്. ടോപ്പിലുള്ള സാൻഡ് ലെയേഴ്സ് ഷ്രിങ്കേജ് ക്രാക്ക് വരുന്നതിൻ്റെ റിസൾട്ടായിട്ട് ആണ് ഈ ഒരു ക്രാക്കിംഗ് എന്ന് പറയുന്ന മെക്കാനിക്സം നമ്മുടെ ഫിൽട്ടർ മീഡിയയെ എൻറ്റയർലി ബാധിക്കുന്നത്. ടോപ്പ് ലെയേഴ്സ് ഷ്രിങ്കേജ് സംഭവിക്കും, അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ക്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഇതിൻ്റെ താഴത്തുള്ള നമ്മുടെ ഈ ഒരു ലെയേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി സിങ്ക് ആവും. അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ ഫിൽട്രേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ, എഫിഷ്യൻസി ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വളരെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യപ്പെടും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓപ്പറേഷണൽ ട്രബിൾസ് ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സ് എന്ന് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിസൈൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഇനിയുള്ളത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതൊക്കെ ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. അതിൻ്റെ ബേസിക് ഐഡിയ, വർക്കിംഗ്, അതിൻ്റെ ക്ലീനിങ് മെക്കാനിസം, എന്തൊക്കെയാണ് അതിൻ്റെ ട്രിബിൾസ് എന്നുള്ളത്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ഡയറക്റ്റ്ലി തിയറി സെഷനിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇതൊക്കെ. ഇനി അതിൻ്റെ ഡിസൈനിങ് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഡിസൈനിങ് കൺസിഡറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സിൻ്റെ ഡിസൈനിങ് പ്രോബ്ലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ്. സോ അതിൽ വരുന്ന ഡിഫറെൻറ്റ് കൺസിഡറേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഡിസൈൻ ഓഫ് ഫിൽട്ടർ ടാങ്ക്. ഫിൽട്ടർ ടാങ്കിൻ്റെ കേസിൽ നമുക്ക് നോക്കാനുള്ളത് ഏരിയ ഓഫ് ഫിൽട്ടർ ബെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏരിയ ഓഫ് ഫിൽട്ടർ ബെഡ് ചെയ്യുന്നത്. നമ്മൾ സ്ലോ സാൻഡ് ഫിൽട്ടേഴ്സിൻ്റെ കേസിലൊക്കെ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് ഫർദർ ഏരിയ കൂടി ഡിസൈൻ ചെയ്യാനുണ്ട്. അത് നമുക്ക് തൊട്ട് താഴെയായിട്ട് പറയുന്നുണ്ട്. സോ ഫിൽട്ടർ ടാങ്കിൻ്റെ കേസിൽ ലെങ്ത് ഓഫ് ഫിൽട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 to 2 times ദ വിഡ്ത്ത് ഓഫ് ഫിൽട്ടർ ടാങ്ക് എന്നാണ് അസംഷൻ. ഓക്കെ, ദാറ്റ് ഈസ് L is equal to 1.5 B or 2B, where B is the width of filter tank. ഫിൽട്ടർ ടാങ്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 to 2 times വിഡ്ത്ത് ഓഫ് ദ ഫിൽട്ടർ ടാങ്ക് ആണെന്നാണ് നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. 3000 to 6000 liters per hour per meter square എന്നുള്ള ഒരു വാല്യൂ റേഞ്ചിലാണ് കൺസിഡറേഷൻ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റമാണ്. നമ്മൾ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ കേസിൽ പറഞ്ഞു മാനിഫോൾഡും അതുപോലെ തന്നെ പെർഫോറേറ്റഡ് പൈപ്സും നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പെർഫോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2% ഓഫ് ടോട്ടൽ ഫിൽട്ടർ ഏരിയ. നമ്മൾ ഫസ്റ്റ് സെഷനിൽ കണ്ടെത്തുന്ന ടോട്ടൽ ഫിൽട്ടർ ഏരിയയുടെ 0.2% ആണ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പെർഫോറേഷൻസ് എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽസ് കണ്ടെത്താൻ സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 to 4 times ഏരിയ ഓഫ് പെർഫോറേഷൻ. സോ ഏരിയ ഓഫ് പെർഫോറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 to 4 times ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മാനിഫോൾഡ് ആണ്. ദാറ്റ് ഈസ് 2 times ദാറ്റ് ഓഫ് ലാറ്ററൽസ്. അതായത് ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതിൻ്റെ 2 times കണ്ടെത്തിയാൽ ദാറ്റ് ഈസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മാനിഫോൾഡ് എന്ന് നമുക്ക് കിട്ടും.
എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാക്സിമം പെർമിസിബിൾ വെലോസിറ്റി ഇൻ മാനിഫോൾഡ് ടു പ്രൊവൈഡ് ബാക്ക് വാഷ് വാട്ടർ ഓർ ബാക്ക് വാട്ടർ എന്ന് പറയുന്നത് 1.8 to 2.4 m/s എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, സോ ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫിൽട്ടർ ഏരിയയുടെ 0.2% കണ്ടെത്തിയാൽ അത് നമ്മുടെ ഏരിയ ഓഫ് പെർഫറേഷനായി. അതിൻ്റെ 2 to 4 ടൈംസ് എത്ര എന്നുള്ളത് കണ്ടെത്തിയാൽ ദാറ്റ് ഈസ് ഏരിയ ഓഫ് ലാറ്ററൽസ് ആയി. ലാറ്ററൽസിൻ്റെ ഏരിയയുടെ 2 ടൈംസ് കണ്ടെത്തിയാൽ അത് ഏരിയ ഓഫ് മാനിഫോൾഡായി. ദാറ്റ്സ് ഓൾ. ദെൻ ഡിസൈൻ ഓഫ് വാഷ് വാട്ടർ ടർഫ് സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 to 2 മീറ്റേഴ്സിലാണ് കൊടുക്കുന്നത്, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഫിൽട്ടർ ഡിവൈഡ് ബൈ സ്പേസിംഗ് ഓഫ് ടർഫ് ആണ് അതിൻ്റെ ഇക്വേഷൻ. ഡിസ്ചാർജ് ത്രൂ വാഷ് വാട്ടർ ടർഫ് ഈസ് ഈക്വൽ ടു Q which is equal to 1.376 by3/2 നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. വിഡ്ത്ത് ഓഫ് ട്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്ത് ഓഫ് ട്രഫിന് ഈക്വൽ ആണ് എന്നുള്ളൊരു അസംഷനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതവിടെ കാണിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. വിഡ്ത്ത് ഓഫ് ട്രഫ് ഈസ് അസ്യൂംഡ് ടു ബി ദ ഈക്വൽ ടു ഡെപ്ത് ഇൻ ട്രഫ്. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 to 90 cm/minute ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വാഷ് വാട്ടർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് വാഷിംഗ് ഇൻ ടു ഏരിയ ഓഫ് ഫിൽട്ടർ എന്നുള്ളൊരു ഇക്വേഷൻസ് വെച്ചിട്ടുമാണ് കണ്ടെത്തുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡിസൈനിങ് പ്രോബ്ലംസ് വരാനുണ്ട്. ഏകദേശം ഈ ഒരു സെക്ഷനിൽ നിന്ന് 15 മാർക്സിന് ഡയറക്റ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഡിസൈനിങ് പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിൽട്ടർ ടൈപ്പ് തന്നെയാണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെക്ഷൻ വളരെ സീരിയസ്നെസ്സോടുകൂടി തന്നെ പഠിക്കണം. ഞാനിവിടെ ഇതിൻ്റെ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ളൊരു ഡാറ്റ മാത്രമാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. കൂടുതലായിട്ട് നമ്മുടെ റെഫറൻസ് ബുക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫിഗർ വെച്ച് തന്നെ പഠിക്കുക. ഞാൻ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതിന് പകരം അതിലേറ്റവും പ്രൈമറി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വളരെ ഷോർട്ടായിട്ട് അതിലെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഇത് കണ്ടതിന് ശേഷം നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കോ മെറ്റീരിയൽസോ ഉപയോഗിച്ച് ഒന്നുകൂടെ ഈ ഒരു സെക്ഷൻ സെൽഫായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.